നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഒണിയൻ പക്കോട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബാംഗ്ലൂരൊക്കെ ഹോട്ടലുകളിൽ കിട്ടുന്ന ക്രിസ്പി ആയിട്ടുള്ള ഒണിയൻ പക്കോട. അപ്പോൾ ഇത് നല്ലൊരു മുരുമുരുപ്പാണിത്. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പൊ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു സവാള നന്നായിട്ട് സാധാരണ നമ്മൾ അരിയുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞത് എടുക്കാണ്. പിന്നെ ഇനി അതിനകത്തേക്ക് ഞാനൊരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഞാനൊരു ശകലം മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, ഒരു അര ടീസ്പൂണോളം, ഒരു അര ടേബിൾ സ്പൂണോളം മല്ലി, പിന്നെ ഒരല്പം കായപ്പൊടി, ഒരു അര ടീസ്പൂണിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി നമ്മുടെ സാധാരണ ഉള്ളിവടക്ക് പോലെ ഒത്തിരി ഞെക്കി പിഴിഞ്ഞൊന്നും എടുക്കണ്ട. ജസ്റ്റ് ആ പൊടിയൊക്കെ സവാളയിൽ പറ്റാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ എല്ലാ മാവ് ഇതിന്റെ പുറത്ത് പറ്റാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. അതും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒരു എല്ലാം ഈ ഉള്ളിയിലൊന്ന് പറ്റത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ പക്കോട ഉള്ളിവടയൊക്കെ ഉണ്ടാക്കും, അതിനകത്ത് ആ ഒരു മാവായിരിക്കുമല്ലോ കൂടുതലായിട്ട് വരുന്നത്. ഇതിനകത്ത് ആ ഉള്ളി ആയിരിക്കും കൂടുതൽ. ഈ മാവ് ജസ്റ്റ് അതിന്റെ പുറത്തിങ്ങനെ ഒരു ലെയറായിട്ട് പറ്റിയിരിക്കത്തക്ക രീതിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഇതിന് ഈ ഒരു വടക്ക് ഏറ്റവും ഉള്ള ഒരു രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിരുന്ന കറിവേപ്പിലയുടെയാണ്. അതിനകത്ത് കുറേ കറിവേപ്പില ഇവർ ചേർക്കും കേട്ടോ. അതുകൂടി ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും രുചിയുടെ ഒരു പ്രത്യേക രുചിയാണ് അതും കൂടെ. അപ്പൊ ആ കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയിട്ടാൽ മതി. എന്നിട്ട് ഇടുമ്പോഴും നമ്മൾ അങ്ങനെ പ്രത്യേക ഷേപ്പ് ഒന്നും ആക്കാൻ നോക്കണ്ട. ചെറുതായിട്ടൊന്ന് ഞെവിടി ഒരു ലൈറ്റ് ആയിട്ട് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇടുന്നില്ലേ അതേപോലെ ഇട്ടാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഭയങ്കര ഷേപ്പ് ഒന്നും ആക്കാൻ നോക്കണ്ട. ഇതിനൊരു ഷേപ്പ് ഒന്നും കാണില്ല. എന്നിട്ട് നമ്മൾ സാധാരണ പക്കോടയൊക്കെ മൊരിച്ചെടുക്കുന്ന പോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇങ്ങനെ ഷേപ്പ് ഇല്ലാത്തതായിരിക്കും ഈ പക്കോട. അതാണ്ട് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് നല്ല നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കോരിയെടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ പക്കോട ഇരിക്കുന്നത്. അപ്പൊ ഇടുമ്പോഴും മാവ് ഇടുമ്പോഴും ഇതിങ്ങനെ ഒരു അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഷേപ്പ് ഒന്നും ആക്കാണ്ട് ഒരു തിൻ ഒരു കട്ടി കുറഞ്ഞ ഒരു രീതിയിലായിരിക്കും അത് കിടക്കുക. ബാക്കിയുള്ളത് ഞാൻ അതേപോലെ വറുത്തെടുക്കുകയാണ്. അങ്ങനെ എല്ലാം ഞാൻ ഇതേപോലെ വറുത്തെടുത്തു.
അപ്പൊ നമ്മുടെ ഉള്ളിപ്പക്കോട കണ്ടാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം, നല്ല രുചിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. പിന്നെ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.